Hi students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻസ് വിത്ത് 2 അൺനോൺസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻസ് വിത്ത് 3 അൺനോൺസ് ആണ്. ഇതിൽ നമുക്ക് 3 അൺനോൺസ് ഉണ്ടായിരിക്കും, എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ സെഡ് എന്ന 3 വാരിയബിൾസ് ഉണ്ടായിരിക്കും. ഈ വാരിയബിൾസിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് പ്രോബ്ലം എക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 6, 2x minus 2y plus z is equal to 1, x plus 2y minus 3z is equal to minus 4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്പർ ഇട്ട് വെക്കാം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ ആൻഡ് ദിസ് ഈസ് തേർഡ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 അൺനോൺസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു പെയർ ഓഫ് ഇക്വേഷൻസ് എടുക്കുകയാണ്. അതായത് 2 ഇക്വേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനാണ് നമുക്ക് എടുക്കാം. Now we eliminate. ഏതിനാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത്? അതിനെ ഫിക്സ് ചെയ്യാം. നമുക്ക് എലിമിനേറ്റ് എന്ന് ചെയ്യാം. ഇവിടെ നമുക്ക് 2 ഇക്വേഷൻസ് എടുത്തതിനെ സെഡിനെ എലിമിനേറ്റ് ചെയ്യാം. എലിമിനേറ്റ് സെഡ്. ഏത് ഇക്വേഷൻസ് ആണ്? ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് സെഡിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് താഴത്തേക്ക് എടുത്ത് എഴുതാം. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 6. രണ്ടാമത്തെ 2x മൈനസ് 2y പ്ലസ് സെഡ് ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനും ഇത് രണ്ടാമത്തെ ഇക്വേഷൻസ്. ഇനി ഈ സെഡിനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. എലിമിനേറ്റ് ചെയ്യേണ്ട കോഫിഷ്യൻ്റ് സെയിം ആണോ നോക്കാം. ഇവിടെ നമുക്ക് കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സെയിം ആണ്, 1 ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ നോക്കേണ്ടത്? ഇതിൻ്റെ സൈൻ ആണ് നോക്കേണ്ടത്. ഇതിലെന്താണ് ഇതിൻ്റെ സൈൻ എന്ന് പറയുന്നത്? സെയിം സൈൻ ആണ്. അപ്പോൾ സെയിം സൈൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെയിം സൈൻ വരുമ്പോൾ ഇതിനെ നമ്മൾ മൈനസ് ആണ് ചെയ്യാം. നമ്മുടെ റൂൾ പ്രകാരം സെയിം സൈൻ വന്നാൽ മൈനസ് ചെയ്യുകയും ഓപ്പോസിറ്റ് സൈൻ വന്ന് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ എക്സിന്ന് 2x മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? മൈനസ് എക്സ് കിട്ടും. എക്സിന്ന് 2x മൈനസ് ചെയ്യുമ്പോൾ എക്സ് കിട്ടും. വൈന്ന് മൈനസ് 2 ചെയ്യുമ്പോൾ കാണിച്ചു തരാം. എക്സിന്ന് മൈനസ് 2x ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ്. ഇനി വൈന്ന് വൈ മൈനസ് 2y ഈക്വൽ ടു വൈ മൈനസ് പ്ലസ് 2y ഈക്വൽ ടു 3y. അപ്പോൾ നമുക്കിവിടെ പ്ലസ് 3y. സെഡും മൈനസ് ചെയ്യുമ്പോൾ പോകും. ഇനി 6ന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഇതാണ് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സിന്ന് മൈനസ് 2x മൈനസ് ചെയ്തു, അപ്പോൾ നമുക്ക് മൈനസ് എക്സ് കിട്ടി. ഇതുപോലെ തന്നെ വൈ മൈനസ് 2y ഈക്വൽ ടു 3y കിട്ടി. 6ന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടി. ഇതാണ് നാലാമത്തെ ഇക്വേഷൻ. അതിനോട് നിൽക്കുക, നമ്മളിവിടെ എക്സിനെ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ഒരു പെയർ ഓഫ് ഇക്വേഷൻസ് എടുത്തിട്ട് നമ്മൾ അതിന് സെഡിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സെഡിനെ എലിമിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെടുക്കാം? നെക്സ്റ്റ് എന്ത് ചെയ്യണം? നെക്സ്റ്റ് നമുക്ക് വി എലിമിനേറ്റ് എന്തിനെ എലിമിനേറ്റ് ചെയ്യുക? എലിമിനേറ്റ് സെഡ് എന്തിനാണ്? ഫ്രം 1 and 3. നേരത്തെ നമ്മൾ 1 and 2 ഇക്വേഷൻസ് എടുത്തിട്ടാണ്, പെയർ ഓഫ് ഇക്വേഷൻസ് എടുത്തിട്ടാണ് നമ്മൾ സെഡിനെ എലിമിനേറ്റ് ചെയ്തത്. അതുപോലെ നമുക്ക് സെഡിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് 1ഉം 3ഉം ഇക്വേഷൻസ് എടുക്കാം. ഒന്നാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻസ് എടുക്കാനായിട്ട് നമുക്ക് താഴെ എടുത്ത് എഴുതാം. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 6. ഇത് ഒന്നാമത്തെ ഇക്വേഷനാണ്. മൂന്നാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് 2y മൈനസ് 3z ഈക്വൽ ടു മൈനസ് 4. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് സെഡിനെയാണ് നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പോണത്. ഇതിൽ ഏത് വാരിയബിളിനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്തത് ആ വാരിയബിൾ തന്നെയായിരിക്കണം നമുക്ക് ഇവിടെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കി, ഈ സെഡിനെ ഇവിടെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെഡിനെ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ഇക്വേഷനിൽ സെഡിൻ്റെ കോഫിഷ്യൻ്റ് 1ഉം ഇവിടെ സെക്കൻഡ് ഇക്വേഷനിൽ കോഫിഷ്യൻ്റ് 3യുമാണ്. ഡിഫറെൻ്റ് ആണല്ലോ, കോഫിഷ്യൻ്റ് സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കോഫിഷ്യൻ്റ് സെയിം ആക്കാനായിട്ട് ഫസ്റ്റ് ഇക്വേഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? 3x പ്ലസ് 3y പ്ലസ്
3z ഈക്വൽ ടു 18. ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 3x പ്ലസ് 3y പ്ലസ് 3z ഇസ് ഈക്വൽ ടു 18 എന്ന്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതാം. എക്സ് പ്ലസ് 2y മൈനസ് 3z ഈക്വൽ ടു -4 എന്ന്. സെഡിൻ്റെ കോഫിഷ്യൻ്റ് സെയിം ആയി. നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഇതിൻ്റെ സൈൻ നോക്കണം. ഇവിടെ ഫസ്റ്റത്തെ ഇക്വേഷനിൽ സെയിം 3 നമ്മുടെ ഇക്വേഷൻ കോഫിഷ്യൻ്റ് വന്നത്. ഇതിൽ 3. ഇനി ഇതിൻ്റെ സൈൻ നോക്കണം. ഡിഫറെൻ്റ് ആണ് സൈൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സൈൻസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ആണ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ 3x പ്ലസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ 4x. ഇനി 3y പ്ലസ് 2y ഈക്വൽ ടു 5y. ഇനി 3x ഇതും ക്യാൻസലായിപ്പോയി. ഇനി 18 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 14. 18 പ്ലസ് -4 18 -4 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ആണ് കിട്ടിക്കുന്നത്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? അഞ്ചാമത്തെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഇക്വേഷൻ. ഇതാണ് 2 പെയർ ഓഫ്. ഫസ്റ്റ് നമ്മൾ ഒരു പെയർ എടുത്തു. 1 and 2 ഇക്വേഷൻസ് എടുത്തിട്ട് നമ്മൾ സെഡിനെ എലിമിനേറ്റ് ചെയ്തു. അപ്പം നമുക്കൊരു എലിമിനേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻസ് കിട്ടി. രണ്ടാമത്തേൽ നമ്മൾ സെഡിനെ തന്നെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒന്നാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻസ് എടുത്തിട്ട് സെഡിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കി. അപ്പം നമുക്ക് കിട്ടിയതാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് 4x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 14 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 4ഉം 5ഉം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇവിടെ നമുക്ക് കിട്ടി നാലാമത്തെയും അഞ്ചാമത്തെയും ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. നാലാമത്തെയും അഞ്ചാമത്തെയും ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്ക് അതിനെ എടുത്തെഴുതാം. -x പ്ലസ് 3y ഈക്വൽ ടു 5. ഇതാണ് നാലാമത്തെ ഇക്വേഷൻ. ഇനി അഞ്ചാമത്തെ ഇക്വേഷൻ എന്താ? 4x പ്ലസ് 5y ഈക്വൽ ടു 40. ഇതാണ് അഞ്ചാമത്തെ ഇക്വേഷൻ. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആരെ എലിമിനേറ്റ് ചെയ്യാം? എക്സിനെ എലിമിനേറ്റ് ചെയ്യാം. എക്സിനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പോണത്. ഇനി കോഫിഷ്യൻ്റ് സെയിം ആണോ നോക്കണം. കോഫിഷ്യൻ്റ് ഇതിന് സെയിം അല്ല. അപ്പം നമുക്ക് അതിനെ സെയിം ആക്കണം. സെയിം ആക്കാൻ എന്ത് ചെയ്യും? ഈ നാലാമത്തെ ഇക്വേഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4x പ്ലസ് 4 × 3 12y is equal to 4 × 5 20. ഇത് കിട്ടി. ഇതെങ്ങനെ കിട്ടിയത്? നമ്മൾ നാലാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനു വേണ്ടി മൾട്ടിപ്ലൈ ചെയ്ത്? കോഫിഷ്യൻ്റ് സെയിം ആവാനായിട്ട് ചെയ്തു. ഇനി താഴേക്കെടുത്ത് എഴുതാം. 4x പ്ലസ് 5y ഈക്വൽ ടു 14. ഇതാണ് നമ്മുടെ നാലാമത്തെയും അഞ്ചാമത്തെയും ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ കോഫിഷ്യൻ്റ് സെയിം ആയല്ലോ. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ സൈൻ നോക്കാം. സൈൻ നോക്കുമ്പോൾ ഇവിടെ മൈനസും ഇവിടെ പ്ലസുമാണ്. ഡിഫറെൻറ്റ് സൈനാണ്. ഡിഫറെൻറ്റ് സൈൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റൂൾ പ്രകാരം ഡിഫറെൻറ്റ് സൈൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈൻസ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ ക്യാൻസലായിപ്പോയി. ഇവിടെ 12 പ്ലസ് 5 17y ഈക്വൽ ടു 20 പ്ലസ് 14 34. y ഈക്വൽ ടു 34/17 ഈക്വൽ ടു 2. അപ്പം നമുക്ക് വൈയുടെ ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വൈയുടെ ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സും സെഡും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ വൈയുടെ ആൻസർ 2 ആണ്. ഈ വൈയുടെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? പുട്ട് ഇൻ ഫോർത്ത് ഇക്വേഷൻ. ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ ഫോർത്ത് ഇക്വേഷനിലിടാം. വൈയുടെ ആൻസർ ഇക്വേഷൻ എന്ന് പറയുന്നത് -8x പ്ലസ് 3y ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. -x പ്ലസ് 3. ഈ വൈയുടെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 ആണ്. 2 × 2 ഈക്വൽ ടു 5. -x പ്ലസ്
6 equal to 5 minus x is equal to 5. 6 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. 6 minus x equal to minus 1. x is equal to 1. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും ആൻസർ കിട്ടിയിട്ടുണ്ട്. എക്സും കിട്ടി, വൈയും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? സെഡ് കണ്ടുപിടിക്കണം. സെഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലിടാം. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 6. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. വൈയുടെ വാല്യൂ 2 ആണ്. സെഡ് നമുക്ക് അറിയില്ല, അപ്പോൾ അതങ്ങനെ എടുത്ത് എഴുതി. ഈക്വൽ ടു 6 എന്നാണ്. ഇനി 1 പ്ലസ് 2 3. 3 പ്ലസ് സെഡ് ഈക്വൽ 6. സെഡ് ഈക്വൽ ടു 6 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് സെഡിൻ്റെയും ആൻസർ കിട്ടി. വൈയുടെ ആൻസർ 2 എന്ന് കിട്ടി, എക്സിൻ്റെ ആൻസർ 1 എന്ന് കിട്ടി, ആൻഡ് സെഡിൻ്റെ ആൻസർ 3 എന്ന് കിട്ടി. ഇങ്ങനെയാണ് ഒരു 3 അൺനോൺസ് വരുമ്പോൾ നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ഒരു 2 പെയർ ഓഫ് ഇക്വേഷൻസ് എടുക്കുക. എന്നിട്ട് ഒരു വാരിയബിളിനെ എലിമിനേറ്റ് ചെയ്യുക. ഒരു വാരിയബിൾ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻസ് കിട്ടും. ഇനി വേറെ സെറ്റ് ഓഫ് ഇക്വേഷൻസ് എടുക്കുക. അതിൽ നിന്നും നമ്മൾ എന്തിനു തന്നെ നമ്മൾ ഏതിനാണോ നേരത്തെ എലിമിനേറ്റ് ചെയ്തത് ആ ഇതിന് വീണ്ടും എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓരോ വാരിയബിൾസ് കണ്ടുപിടിക്കാം. അടുത്ത് നമുക്ക് ലീനിയർ ഇക്വേഷൻസിൻ്റെ ഒരു പ്രോബ്ലം കൂടിയും ചെയ്ത് നോക്കാം. ഇതാണ് പ്രോബ്ലം. 9x plus 3y minus 4z equal to 35. x plus y minus z is equal to 4. 2x minus 5y minus 4z plus 48 is equal to 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് താഴത്തേക്ക് എടുത്ത് എഴുതാം. 9x plus 3y minus 4z equal to 35. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ x plus y minus z equal to 4. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ ഇവിടെ നോക്കിയേ. 2x minus 5y minus 4z plus 48 equal to 0 എന്നാണ്. ഇവിടെ വാരിയബിൾസിന് കൂടെ ഈ ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. ഇതിന് നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഇത് പോസിറ്റീവ് 48 ആണ്. അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? നെഗറ്റീവ് 48 ആയിരിക്കും. എടുത്ത് എഴുതാം. 2x minus 5y minus 4z equal to minus 48. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നമുക്കിതിൽ ആരെയാണോ എലിമിനേറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം എടുക്കാം. 2 ഇക്വേഷൻസ് എടുക്കാം. ഇവിടെ നമുക്ക് 1 and 2 ഇവിടെ നമുക്ക് എക്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എക്സിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷനിൽ നിന്നായിരിക്കും നമുക്കതിനെ എലിമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വി ടേക്ക് 1 and 2 ഇക്വേഷൻസ്. ഇവിടെ നമ്മൾ എന്തിനാണ് എലിമിനേറ്റ് ചെയ്യുന്നത്? വി എലിമിനേറ്റ് എക്സിനെയാണ് നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സെറ്റ് ഓഫ് ദി ഇക്വേഷൻസ് എടുത്തിട്ട് 2 ഇക്വേഷൻസ് എടുത്തിട്ട് അതിൽ നമ്മൾ എക്സിനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. 9x plus 3y minus 4z equal to 35. x plus y minus z equal to 4. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ നമ്മൾ എക്സിനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ കോഫിഷ്യൻ്റ് നോക്കിയേ. ഫസ്റ്റ് ഇക്വേഷൻ 9ഉം രണ്ടാമത്തെ ഇക്വേഷനിൽ എന്താണ്? 1ഉമാണ്. അപ്പം നമുക്ക് സെയിം അല്ല. അപ്പം നമ്മൾ സെയിം ആക്കണം. അപ്പം എന്താ? രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഇത് ഈക്വൽ ആവുള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ഇക്വേഷൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 9x plus 3y minus 4z equal to 35. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനാണ് നമ്മൾ എടുത്ത് എഴുതുന്നു. രണ്ടാമത്തെ ഇക്വേഷനെയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇക്വേഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് കോഫിഷ്യൻ്റ് സെയിം ആവുക? 9 കൊണ്ട്. ഇവിടെ 9 അല്ലേ? അപ്പം നമുക്ക് 9 ആക്കണം. അപ്പം എന്ത് ചെയ്യണം? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 9x plus 9y minus 9z equal to 6. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് വരിക. രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നോക്കി നമ്മൾ സെയിം ആക്കി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിന് സൈൻ സെയിം ആണോ നോക്കണം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണോ നോക്കണം. ഇവിടെ രണ്ടിനും സെയിം സൈൻ ആണ്. സെയിം സൈൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സെയിം സൈൻ വരുമ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? സെയിം സൈൻ വന്ന് നമുക്ക് ഇതിനെ മൈനസ് ചെയ്യണം. 9x നിന്ന് 9x മൈനസ് ചെയ്യുമ്പോൾ പോയി. 3 നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? -6y.
അതായത് 3 minus 9 that is equal to minus 6y minus 6y. ഇനി minus 4 minus 9 minus 4 plus 9 is equal to വെൽതിന് ചേർത്ത് വെച്ച് വെൽതിന് ചിഹ്നമുണ്ട് അപ്പോൾ plus 5z equal to 35 36 മൈനസ് ചെയ്യുമ്പോൾ -1. ഇതാണ് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പറഞ്ഞു രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷൻസ് എടുത്തു. ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് എക്സിനെ എലിമിനേറ്റ് ചെയ്യുന്നു. എലിമിനേറ്റ് ചെയ്യാനായിട്ട് എന്താണ് നോക്കേണ്ടത്? ഇതിൻ്റെ കോഫിഷ്യൻ്റ് സെയിം ആണോ നോക്കണം, അല്ലെങ്കിൽ സെയിം ആക്കണം. ഇവിടെ നോക്കിയേ, എക്സിൻ്റെ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 9 ആണ് ഫസ്റ്റ് ഇക്വേഷനിൽ. രണ്ടാമത്തെ ഇക്വേഷനിൽ ഇവിടെ നമുക്ക് 1 ആണ്. അപ്പോൾ ഇത് സെയിം അല്ല, നമുക്ക് സെയിം ആക്കണം. സെയിം ആക്കാനായിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? രണ്ടാമത്തെ ഇക്വേഷനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x + 9y - 9z = 36 എന്ന് കിട്ടും. ഇനി നമ്മൾ സെയിം ആക്കി. ഇനി എന്താ നോക്കേണ്ടത്? സൈൻ നോക്കണം. സൈൻ നോക്കുമ്പോൾ ഇവിടെ രണ്ടിലും സെയിം സൈനാണ്, പോസിറ്റീവാണ്, രണ്ട് സൈഡിലുള്ളത് സെയിം സൈനാണ്. അപ്പോൾ നമ്മുടെ റൂൾ പ്രകാരം നമുക്ക് എന്താ അതിനെ ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യുക ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് -6y + 5z = -1. ഇതാണ് നമ്മളുടെ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, ഫോർത്ത് ഇക്വേഷൻസ് കിട്ടി. അടുത്തത് നമുക്ക് രണ്ട് ഇക്വേഷൻസ് എടുക്കണം. ഏതെങ്കിലും രണ്ട് ഇക്വേഷൻസ് എടുക്കാം. നമുക്കിവിടെ എന്ത് ചെയ്യാം? രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻസ് എടുക്കാം. ഇക്വേഷൻ എടുത്ത ഏതാണ്? x + y - z = 4. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ 2x - 5y - 4z = -48. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പം നേരത്തെ ഇക്വേഷൻ നമ്മൾ എന്താ എടുത്തത്? ഒന്നും രണ്ട് ഇക്വേഷൻസ് ആണ് എടുത്തത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താ? ഇവിടെ എടുക്കുന്നത് ഇവിടെ എഴുതാം, we take 2 and 3. രണ്ടും മൂന്നും ഇക്വേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് നോക്കി, എക്സിനെ തന്നെയാണ് നമ്മൾ ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ സെറ്റ് ഓഫ് ഇക്വേഷൻസിൽ ആരെയാണോ എലിമിനേറ്റ് ചെയ്തത് അത് തന്നെയാണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ എന്താണ്? എക്സിനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. എലിമിനേറ്റ് ചെയ്യാനായിട്ട് നോക്കി, ഇതിൻ്റെ കോഫിഷ്യൻ്റ് ഇക്വേഷനിൽ നോക്കി, ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ 1 ആണ് കോഫിഷ്യൻ്റ്, മൂന്നാമത്തെ ഇക്വേഷനിൽ 2 ആണ് കോഫിഷ്യൻ്റ്. അപ്പോൾ സെയിം അല്ല. അപ്പോൾ നമുക്ക് ഇതിനെ സെയിം ആക്കണം. എങ്ങനെ സെയിം ആക്കാം? ഈ രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിനെ സെയിം ആക്കാം. സെയിം ആക്കുമ്പോൾ എന്ത് വരും? 2x + 2y - 2z = 8. ഇങ്ങനെയല്ലേ? രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2x + 2y - 2z = 8 എന്നാണ് കിട്ടുക. മൂന്നാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതാം, 2x - 5y - 4z = -48. ഇതാണ് നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻ. ഇനി എന്ത് നോക്കണം? കോഫിഷ്യൻ്റ് സെയിം ആണോ നോക്കണം. സെയിം ആക്കി നമ്മൾ ഇനി ഇതിൻ്റെ സൈൻ നോക്കണം. സൈൻ നോക്കുമ്പോൾ രണ്ടിൻ്റെ എന്താ? സെയിം സൈനാണ്. സെയിം സൈൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കിതിനെ മൈനസ് ചെയ്യാം, മീൻസ് കുറയ്ക്കാം. 2x-ൽ നിന്ന് 2x മൈനസ് പോകുമ്പോൾ 0 ആയിട്ട് പോകും. ഇനി +2y-ൽ നിന്ന് 2-ൽ എന്ത് ചെയ്യണം? -5y ആണ് നമുക്ക് കുറയ്ക്കേണ്ടത്. +2y - +5y = എന്ത് കിട്ടും? നമുക്ക് 7y ആണ് കിട്ടുക. 7y. ഇനി ഇത് രണ്ടും ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്കവിടെ 2z ആണ് കിട്ടുന്നത്. 2z എങ്ങനെ കിട്ടിയത്? -2 -4 ആണ്. -2 + 4 വലുതിന് ചെറുതോർത്ത് വലിച്ചതിനും 2z. ഇനി 8 - -48 8 + 48 that is equal to 56. ഇങ്ങനെയാണ് കിട്ടുക. അഞ്ചാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും.
7y പ്ലസ് 2z ഈക്വൽ ടു 56. ഇതാണ് അഞ്ചാമത്തെ ഇക്വേഷൻ. കിട്ടിയത് നമുക്ക് 2, 3 ഇക്വേഷൻസ് എടുത്തു. അതിൽ നമ്മൾ എക്സിനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. എക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ അതിൻ്റെ കോഫിഷ്യൻ്റ് സെയിം ആണോ നോക്കി. കോഫിഷ്യൻ്റ് ഇവിടെ 1ഉം ഇവിടെ 2ഉമാണ്. അപ്പോൾ ഇതിൻ്റെ കോഫിഷ്യൻ്റ് സെയിം അല്ല. അപ്പോൾ നമുക്ക് ഇതിനെ സെയിം ആക്കണം. സെയിം ആക്കാനായിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x 2y 2z ഈക്വൽ ടു 8 എന്ന് കിട്ടി. 2 കൂടി എഴുതിയല്ലോ, 2 കൂടി എടുത്ത് എഴുതാം. ഇനി ഈ എക്സിൻ്റെ സൈൻ നോക്കണം. സെയിം ആയി കഴിഞ്ഞു. ഇനി അതിൻ്റെ സൈനാണ് നോക്കേണ്ടത്. സൈൻ നോക്കുമ്പോൾ രണ്ടിൻ്റെയും എന്താണ്? പോസിറ്റീവ് സൈനാണ്, സെയിം സൈനാണ്. സെയിം സൈൻ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. 2x മൈനസ് 2y ഇസ് ഈക്വൽ ടു ക്യാൻസൽ ആയി പോയി. ഇനി പ്ലസ് 2 -5 ചെയ്യുമ്പോൾ നമുക്ക് 7y കിട്ടി. ആൻഡ് -2 -4 ചെയ്യുമ്പോൾ 2z കിട്ടി. 8 -48 ചെയ്യുമ്പോൾ നമുക്ക് 56 കിട്ടി. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെയും ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ലീനിയർ ഇക്വേഷൻസ് കിട്ടിയില്ലേ? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം. നാലാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതാം. -6y പ്ലസ് 5z ഈക്വൽ ടു -1. ഇതാണ് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഇക്വേഷൻ എവിടെയാ? 7y പ്ലസ് 2z ഈക്വൽ ടു 56. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെയും ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, നമുക്ക് എന്തിനെ എലിമിനേറ്റ് ചെയ്യാം? ഇവിടെ വൈനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. വൈനെ എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തെ ഇത് കോഫിഷ്യൻ്റ് നോക്കി. ഫസ്റ്റത്തേൽ -6ഉം രണ്ടാമത്തേൽ 7y നമുക്ക് കോഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. രണ്ടും സെയിം അല്ല. സെയിം ആക്കണം. നമുക്ക് ഇങ്ങനെ സെയിം ആക്കാനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നാലാമത്തെ ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 × 6 -42y പ്ലസ് 7 × 5z 35z ഈക്വൽ ടു 7 × -1 -7 കിട്ടിയല്ലോ. ഇനി ചെയ്യാം അഞ്ചാമത്തെ ഇക്വേഷനെ നമുക്ക് സെയിം ആക്കാനായിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 × 7y 42y പ്ലസ് 6 × 2z 12z and 6 × 56 is equal to 336. ഇതാണ് നമുക്ക് കിട്ടിക്കുന്നത് ഇവിടെ. അപ്പം നമുക്ക് ഫോർത്ത് ഇക്വേഷൻ ഫിഫ്ത്ത് ഇക്വേഷനും കിട്ടി. അതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഈക്വൽ ആക്കാനായിട്ട് നാലാമത്തെ ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അഞ്ചാമത്തെ ഇക്വേഷനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -42y പ്ലസ് 35z is equal to -7. രണ്ടാമത്തെ 42y പ്ലസ് 12z is equal to 336 എന്നാണ് നമുക്ക് കിട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിം ആയല്ലോ. ഇനി എന്താണ് നോക്കേണ്ടത്? അടുത്തത് നോക്കാനുള്ളത് ഇത് സൈനാണ്. ഇവിടെ മൈനസ് സൈനാണ്, ഇവിടെ പോസിറ്റീവ് സൈനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് രണ്ട് ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത്. രണ്ട് ഇക്വേഷൻ നമ്മൾ കൂട്ടാണ് ചെയ്യേണ്ടത്. രണ്ടും കൂടി ഇത് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോയി. 35 പ്ലസ് 12 രണ്ടും കൂടി ആഡ് ചെയ്യാം. രണ്ടും കൂടി ചേരുമ്പോൾ എന്താണ്? 47z ആണ് ഇസ് ഈക്വൽ ടു. ഇനി എന്താ? -7ൽ നിന്ന് 336 നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 329 ആണ് കിട്ടുക. അപ്പം നമുക്ക് സെറ്റ് കണ്ടുപിടിച്ചിട്ട് സെറ്റ് ഈക്വൽ ടു 329 ഡിവൈഡഡ് ബൈ 47. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 7 ആണ് കിട്ടുക. അപ്പം നമുക്ക് സെറ്റിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? സെഡ് കിട്ടി. നമുക്ക് നാലാമത്തെ ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അഞ്ചാമത്തെ ഇക്വേഷനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടി. അതിൽ നിന്ന് ഇത് ക്യാൻസൽ ആയിപ്പോയി. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 47 കിട്ടും. ഇതിൽ നിന്ന് കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് 329 കിട്ടും. അപ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു 329 ഡിവൈഡഡ് ബൈ 47 ആണ്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെഡ് ഈസ് ഈക്വൽ ടു 7 എന്നാണ്. അപ്പോൾ നമുക്ക് സെഡ് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സും വൈയും നമുക്ക് കണ്ടുപിടിക്കണം.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സെറ്റിൻ്റെ 7 കിട്ടിയല്ലോ, നമുക്കിത് ഏതെങ്കിലും ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിവിടെ 5ാമത്തെ ഇക്വേഷനിലാണെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. 42y പ്ലസ് 12z ഈക്വൽ ടു 336. ഇതാണ് നമ്മുടെ 5ാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് സോറി 5ാമത്തെ ഇക്വേഷൻ ഇതാണ്. 7y പ്ലസ് 2z ഈക്വൽ ടു 56. ഈ ഇക്വേഷൻ നമുക്ക് സെഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 7y പ്ലസ് 2 ഇൻറ്റു സെഡിൻ്റെ വാല്യൂ 7 ആണ്. 7 ഈക്വൽ ടു 56. 7y പ്ലസ് 2 ഇൻറ്റു 7 14. 14 ഈക്വൽ ടു 56. 7y ഈക്വൽ ടു 56. ഈ 14 അങ്ങോട്ട് പോകുമ്പോൾ -14 ആയിരിക്കും. -14. 7y ഈക്വൽ ടു 56 14 മൈനസ് ചെയ്യുമ്പോൾ 42. ദാറ്റ് ഈസ് y ഈക്വൽ ടു 42 ഡിവൈഡഡ് ബൈ 7 എത്ര കിട്ടും? 6 കിട്ടും. ക്ലിയർ? അപ്പോൾ നമുക്ക് സെഡിൻ്റെ ആൻസർ 7 കിട്ടി, വൈയുടെ ആൻസർ നമുക്ക് 6ഉം കിട്ടി ഇല്ലേ? നമുക്ക് സെഡിൻ്റെ ആൻസർ കിട്ടി. നമ്മൾ ഒരു ഇക്വേഷനിൽ ഇവിടെ എന്താ ഈ 5ാമത്തെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സെഡിൻ്റെ അവിടെ നമുക്ക് 7 കൊടുത്തു. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് കിട്ടിയപ്പോൾ നമുക്ക് y 6 കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സെഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻസിൽ ഇവിടുത്തെ ഈ 2ാമത്തെ ഇക്വേഷൻ നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x പ്ലസ് y മൈനസ് സെഡ് ഈക്വൽ ടു 4. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. എക്സിൻ്റെ ആൻസർ നമുക്ക് അറിയില്ല. നമുക്ക് വൈയുടെ ആൻസർ നമുക്ക് 6 കിട്ടിയിട്ടുണ്ട്. സെഡിൻ്റെ ആൻസർ 7 കിട്ടിയിട്ടുണ്ട്. ഈക്വൽ ടു 4. എക്സ് ഇസ് ഈക്വൽ ടു ന്യൂമറിക്കൽ വാല്യൂസ് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 4 പ്ലസ് 7 മൈനസ് 6. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 4 പ്ലസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 മൈനസ് 6 എക്സ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടു? വൈയുടെ കിട്ടിയിട്ടുണ്ട്, എക്സിൻ്റെയും കിട്ടിയിട്ടുണ്ട്. സെഡ് കിട്ടി, വൈ കിട്ടി ആൻഡ് എക്സ് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 5, വൈ ഈക്വൽ ടു 6 ആൻഡ് സെഡ് ഈക്വൽ ടു 7. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലീനിയർ 3 അൺനോൺസ് വരുമ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2 സെറ്റ് ഓഫ് പെയർ എടുക്കാം, അതിൽ നിന്ന് ഒരെണ്ണം എലിമിനേറ്റ് ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് സെറ്റ് ഓഫ് പെയർ എടുത്തിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ ചെയ്ത രീതിയിലാണ് നമ്മൾ 3 അൺനോൺസ് വരുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജ്യോതിസ് കോളേജ് ഇരിഞ്ഞാലക്കുട. ബികോം ഫിനാൻസ്, ബികോം കോർപ്പറേഷൻ, BBA, MCOM ഫിനാൻസ് എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ജ്യോതിസ് കോളേജ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ, പഠനം എളുപ്പമാക്കൂ. പഠനത്തോടൊപ്പം സമ്പാദിക്കാൻ അവസരം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം. ജ്യോതിസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, കാത്തലിക് സെന്റർ, മെയിൻ റോഡ്, ഇരിഞ്ഞാലക്കുട.